ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടുംബജീവിതം മനോഹരമാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തിക അച്ചടക്കം. സമ്പത്ത് ചെലവാക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്തിയാൽ തന്നെ ഈ രംഗത്ത് നല്ല നിലയിൽ ഒരു അച്ചടക്കം പുലർത്താൻ സാധിക്കും. മനുഷ്യന്റെ ആവശ്യങ്ങൾ അത്യാവശ്യം, അനാവശ്യം, ആവശ്യം എന്നിങ്ങനെയൊക്കെ വേർതിരിച്ച് കണക്കിലെടുത്തുകൊണ്ട് അതിനനുസൃതമായ ഒരു ചെലവഴിക്കൽ സ്വീകരിക്കേണ്ടതാണ്. കുടുംബത്തിന്റെ വരുമാനത്തെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. വരവിനനുസരിച്ച് ചെലവുകൾ പരിമിതപ്പെടുത്തുവാനും നിയന്ത്രിക്കുവാനും ശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കടം എന്നത് വലിയൊരു അപകടമാണ്. കടം വാങ്ങാതെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതിനോടൊരു ലാഘവ ബുദ്ധി അല്ല കടത്തെ സമീപിക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു, കടം അപകടമാണ്. അത് പകൽ നിങ്ങളുടെ മാനം കെടുത്തും, രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തും. അപ്പോൾ ഈ കടം വാങ്ങേണ്ടി വരുന്നതുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്നിടത്തുള്ള സൂക്ഷ്മത കുറവുകൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുക. ധൂർത്ത്, ദുർവ്യയം, ധാരാളിത്തം പോലുള്ള സംഗതികൾ. ധൂർത്തന്മാർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ വരവിൻ്റെയും ചെലവിൻ്റെയും കടം വാങ്ങലിൻ്റെയും ഒക്കെ കാര്യത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും ജാഗ്രത പുലർത്തുകയും സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്താൽ വളരെ വലിയ ഒരു പരിധിയോളം നമുക്ക് സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാൻ സാധിക്കും. മുൻകാലങ്ങളിൽ അന്നം തേടി ഇറങ്ങുന്ന ആണുങ്ങളോട് സ്ത്രീകൾ പറയുമായിരുന്നു, യാ ഫുലാൻ ഇത്തഖില്ലാഹ ഫീന ഫഇന്ന നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലന്നാർ. ഇക്ക, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, ഞങ്ങൾ വിശപ്പ് എത്രയും സഹിച്ചോളാം, പക്ഷെ നരകാഗ്നി സഹിക്കുവാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഇങ്ങനൊരു ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും കുടുംബത്തിൽ സമാധാനമുണ്ടാകും. നല്ല മനോഹരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.